ഓച്ചിറയിൽ ഉദ്യാന നഗരം പദ്ധതിക്ക് 15-ന് തുടക്കമാകും. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഉദ്യാന നഗരം പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കും. 15-ന് വൈകിട്ട് 3 മണിക്ക് മന്ത്രി എം.പി. രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. CR മഹേഷ് MLA അധ്യക്ഷത വഹിക്കും. എല്ലാ ഭാഗത്തേക്കും ലൈറ്റുകൾ സ്ഥാപിച്ച് ചെടിച്ചട്ടികൾ സ്ഥാപിച്ച് എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കിക്കൊണ്ട് നമ്മൾ ആ പദ്ധതി ഈ വരുന്ന ഏപ്രിൽ മാസം 15-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം.പി. രാജേഷ് അവറുകൾ നിർവഹിക്കുകയാണ്. ഈ അവസരത്തിൽ AI ക്യാമറയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആലപ്പുഴയുടെ MP ശ്രീ KC വേണുഗോപാൽ അവറുകൾ നിർവഹിക്കുകയും ഈ ചടങ്ങിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന കരുനാഗപ്പള്ളിയുടെ ബഹുമാന്യനായ MLA ശ്രീ CR മഹേഷ് അവറുകളുമാണ്. AI ക്യാമറയുടെ സ്വിച്ച് ഓൺ കർമ്മം KC വേണുഗോപാൽ MP നിർവഹിക്കും. ബോട്ടിൽ ബൂത്തുകൾ, തെരുവ് വിളക്കുകൾ തുടങ്ങിയവ സ്ഥാപിക്കുകയും നഗരം സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി, വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, വാർഡംഗം A. അജ്മൽ എന്നിവർ അറിയിച്ചു. ഇതിനകത്ത് ഉപരിയായും ചില ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. കാരണം വലിച്ചെറിയുക എന്നുള്ളതല്ല അതിൻ്റെ തിരിച്ചറിവ്. ആ വലിച്ചെറിയുന്നതിനെ സംസ്കരിച്ചു കൊണ്ടുപോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യബോധത്തോടു കൂടി ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്യന്താധുനികമായ AI ക്യാമറയുടെ നിരീക്ഷണ വലയത്തിലാണ് ഈ ടൗണിനെ മുഴുവനും നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് അവിടെയും ഏകദേശം 12 ക്യാമറകളും സ്ഥാപിച്ച് അതിനെ നിരീക്ഷണ വലയത്തിലാക്കുന്നു. സംവിധാനങ്ങൾ കൂടി ഒരുക്കിയാൽ മാത്രമേ അത് നമ്മൾ സ്ഥാപിക്കുന്നത് കൊണ്ട് ഫലമുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരുവുകളടക്കം ക്യാമറകളടക്കം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ഉദ്യാന നഗരം സ്ഥാപിക്കാനും അത് കൃത്യമായി പരിപാലിക്കാനും പഞ്ചായത്തിൻ്റെതായ രീതിയിൽ തന്നെ തൊഴിലാളികളെ അടക്കം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ സംരംഭം നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.